1202 ചിങ്ങമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. 17/8/2026 മുതൽ 16/9/2027 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ് നടത്തുന്നത്. രേവതി നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. വീട് വാങ്ങുവാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ ഏതായാലും ഈ യോഗപ്രകാരം ഈ മാസം പുതിയ വീട്ടിൽ പാലുകാച്ചി താമസിക്കുന്നതിന് ഒരു യോഗം കാണുന്നുണ്ട്. ബന്ധുക്കളോടുള്ള പിണക്കം മാറി രമ്യതയിൽ എത്തുന്നതിന് സാധിക്കുന്നു. അതുപോലെ പല വിലയേറിയ വസ്തുക്കളും സമ്മാനങ്ങളായി ലഭിക്കുന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ശത്രുക്കളും അസൂയാലുക്കളും ഒന്ന് അടങ്ങിയിരിക്കുന്നു. നാൽക്കാലികളെ വളർത്തി വ്യാപാരം ചെയ്യുന്നവർക്ക് വളരെയധികം ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് ക്ഷീര കർഷകർക്കായിരുന്നാലും ഏറെ ഗുണങ്ങൾ ലഭിക്കുന്നു. ദമ്പതിമാർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകുന്നു. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ജോഡിയെ കണ്ടുപിടിച്ച് വിവാഹം കഴിക്കുന്നതിന് സാധിക്കുന്നു, അല്ലെങ്കിൽ വിവാഹ നിശ്ചയം നടത്തുന്നതിനും സാധിക്കുന്നു. ഭക്ഷ്യവിഷബാധ മൂലമുണ്ടായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടുന്നു. ശാരീരികവും മാനസികവുമായ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടുന്നു. മാനസികപരമായി ഡിപ്രഷൻ പോലുള്ള മനോവിചാരം ഉണ്ടെങ്കിൽ അതെല്ലാം മാറുന്നു. ചിലർക്ക് വിദേശ രാജ്യങ്ങളിൽ പോകുന്നതിന് ഒരു യോഗം ഈ സമയം കാണുന്നുണ്ട്. പാഴ് ചെലവുകൾ നിയന്ത്രിക്കാൻ സാധിക്കുന്നു. അതുമൂലം തന്നെ ധാരാളം ധനലാഭം ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. ഉറ്റ ബന്ധുവിന്റെ വിയോഗം ഉണ്ടാക്കിയ വളരെയധികം നാശനഷ്ടങ്ങളും ദുഃഖങ്ങളും കഷ്ടതകളൊക്കെ മാറിക്കിട്ടുന്നു. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങൾ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ അത് ചെറിയൊരു സാധ്യതയാണ്. ജ്വരം പോലുള്ള പനികൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. രക്തസ്രാവം ഉണ്ടാകാൻ ഉള്ളൊരു സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക. ദുർജനങ്ങളുമായിട്ടുള്ള ഒരു സമ്പർക്കം മൂലം ഉണ്ടായിട്ടുള്ള പല കഷ്ടപ്പാടുകളും ഉണ്ടാകേണ്ടതായിട്ട് വന്നേക്കാം. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ കടക്കാര് വന്ന് ശല്യം ചെയ്യാൻ ഒരു സാധ്യതയുള്ളതിനായിട്ട് നിങ്ങൾ മുൻകൂട്ടി അതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി രേവതി നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങൾ പ്രായത്തിനനുസരിച്ചിട്ടാണ് പറയുന്നത്. 12 വയസ്സ് വരെയുള്ള രേവതി നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായി വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ചെറിയ അസുഖങ്ങളൊക്കെ വരാം എന്നുള്ളതിനാൽ അത് കഫത്തിന്റെ ഉപദ്രവം പോലുള്ള വന്നങ്ങ് പോകുന്നുണ്ട്. ചിലർക്ക് ഇവർക്ക് സഹായിച്ചു കൊണ്ടിരുന്ന ഒരു മുതിർന്ന ബന്ധുവിന്റെ വിയോഗം മൂലം ഇവർക്ക് പെട്ടെന്നൊരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നു. അത് മാറിക്കിട്ടുന്നു. അഗ്നിയിൽ നിന്ന് ഈ കുട്ടിയെ ഒന്ന് അകറ്റി നിർത്തുന്നത് ഈ സമയം നല്ലതായിരിക്കും. കാരണം ഒരു അഗ്നിയിൽ നിന്നൊരു അപകടം വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിയിലും പടക്കം, പൊട്ടാസ് മുതലായ കാര്യങ്ങളിലും അത് തന്നെയാണ്. വിദ്യാഭ്യാസത്തിന് തടസ്സമൊന്നും വിദ്യാഭ്യാസം ആരംഭിക്കുന്നതിനും മുന്നോട്ട് പോകുന്നതിനും തടസ്സങ്ങളൊന്നും കാണുന്നില്ല. കുടുംബത്തിലെ ഐശ്വര്യങ്ങളും സമാധാനവും നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ക്രമേണ ധനം ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. കുടുംബത്തിൽ ഒരു വാഹനം വാങ്ങുന്നതിനുള്ളൊരു യോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെ മോഷ്ടാക്കളെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 12 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള രേവതി നക്ഷത്രക്കാർക്ക് അവർക്ക് ഈ സമയം ചതി വഞ്ചന മൂലം ചില കഷ്ടപ്പാടുകൾ ഉണ്ടായേക്കാം. അതിനാൽ മേലധികാരികൾക്ക് മേലധികാരികളിൽ നിന്നും ഒരു കോപം നിങ്ങൾക്കുണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ സമയം കേസും വഴക്കും ഒന്നിനും പോകാതിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതിന് പറ്റിയ സമയമല്ല. നിലവിൽ കേസുണ്ടെങ്കിൽ അത് ജയിക്കുന്നതിന് സാധ്യതയുണ്ട്. ശത്രുക്കളുടെ ശല്യം ഉണ്ടാകാം. എന്നാലും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിന് തടസ്സമൊന്നും കാണുന്നില്ല. ഈ സമയം അന്യ വീട്ടിലേക്ക് അല്ലെങ്കിൽ അന്യ സ്ഥലത്തേക്ക് താമസം മാറാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. അന്യദേശവാസം കൊണ്ട് ധനലാഭം ഉണ്ടാകാം. ധനലാഭം വരുന്നത് നിങ്ങൾ ഒരു ഉത്തമമായ സമ്പാദ്യ പദ്ധതികൾ നിക്ഷേപിക്കുന്നതിനും നിങ്ങൾക്ക് യോഗമുണ്ട്. അതിന് ശ്രമിക്കുക. ഇഷ്ടമുള്ള വിഷയം പഠിക്കുവാൻ സാധിക്കുന്നു. സർക്കാരിൽ നിന്നും ചില അനിഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. മേലുദ്യോഗസ്ഥർക്ക് ആവശ്യത്തിന് ബഹുമാനം കൊടുക്കുക. ധനലാഭം വരുമെങ്കിലും ചിലവ് കൂടുതലായിരിക്കുന്നതിനാൽ വളരെ ഒരു സാമ്പത്തിക അച്ചടക്കം പാലിക്കേണ്ടതാണ്. 19 വയസ്സ് മുതൽ 39 വയസ്സ് കൂടെയുള്ള രേവതി നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ്. ചില അംഗീകാരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ചിലർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്നു. എന്തായാലും നല്ല തൊഴിൽ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. വ്യാപാരം ചെയ്യുന്നവർക്കും വളരെ ഒരു നല്ല സമയമാണ്. പുതിയ വാഹനം വാങ്ങാനും വീട് വാങ്ങാനും ഇവർക്ക് യോഗം കാണുന്നുണ്ട്. തൊഴിലിൽ വളരെ ഉന്നതിയിലെത്തേണ്ട ഒരു സമയമാണിത്. വിവാഹം കഴിക്കുന്നതിനും സന്താന ഭാഗ്യം ഉണ്ടാകുന്നതിനും യോഗമുണ്ട്. ചിലർക്ക് മികച്ച തൊഴിലിന് വേണ്ടി വിദേശത്തേക്ക് പോകുന്നതിനും സാധിക്കുന്നു. അതുപോലെ തന്നെ അവർക്ക് സർക്കാരിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ അവർക്ക് ഈ സമയം ലഭിക്കുന്നു. ശത്രുക്കളുടെ ശല്യം ഈ സമയം ഉണ്ടാകുന്നില്ല.
മുതിർന്ന ബന്ധുക്കളുടെ ഒരു വിയോഗം വരുന്നതിന് ഒരു സാധ്യതയെ കാണുന്നുള്ളൂ. ചില സമയം ചില തടസ്സങ്ങൾ പല രീതിയിലും ഉണ്ടായേക്കാം. അസൂയാലുക്കളും ശത്രുക്കളും നിങ്ങളുടെ അധികമായിട്ട് അങ്ങ് ശല്യം ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ മാസത്തിന്റെ ഒരു പ്രത്യേകത. 39 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ള രേവതി നക്ഷത്രക്കാർക്ക് ഈ കാലം അത്ര ഒരു സുന്ദരമായ ഒരു കാലമല്ല. ചിലർക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അത് അധികാര സ്ഥാപനങ്ങളിൽ നിന്നും ചില അനിഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതായത് സർക്കാരിൽ നിന്നും ചില നോട്ടീസുകളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ചിലർക്ക് ശാരീരികമായും മാനസികമായും പ്രശ്നങ്ങൾ വരാം. ദമ്പതിമാർ തമ്മിൽ പിരിയാനുള്ള സാധ്യത ചിലർക്ക് അപൂർവം ചിലർക്ക് കാണുന്നുണ്ട്. കഴിയുന്നതും വഴക്കുകളും തർക്കങ്ങളൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. കേസുകൾക്ക് വിജയസാധ്യത കുറവാണ് ഈ സമയം. കൃഷിക്കാർക്ക് ഇത് അനുയോജ്യമുള്ള ഒരു കാലഘട്ടമല്ല. വീട് നിർമ്മിക്കുന്നതിനും വാഹനം വാങ്ങുന്നതിനും യോഗമുണ്ട് ഈ സമയത്ത്. അലർജി, നീരിളക്കം, ചുമ, വായുകോപം മുതലായവ വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. ചിലർ വനമേഖലയില് പര്യവേഷണ കാര്യങ്ങളായിട്ട് ഗവേഷണ കാര്യങ്ങളായിട്ട് അവര് പോയി താമസിക്കേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് ദമ്പതിമാരിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഉദ്യോഗസ്ഥർക്ക് ചില സ്ഥാനചലനങ്ങളൊക്കെ വന്നേക്കാം. അതായത് സ്ഥലം മാറ്റം ഉണ്ടാകുന്നതിന് ഒരു സാധ്യതയുണ്ട്. 45 വയസ്സ് മുതൽ 55 വയസ്സ് വരെയുള്ള രേവതി നക്ഷത്രക്കാർക്ക് ഒരുവിധം കാലം അനുകൂലമായ ഒരു കാലഘട്ടമാകുന്നു. ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നതെല്ലാം മാറിക്കിട്ടുന്നു. തൊഴിലിൽ നല്ല രീതിയിലെ പുരോഗതി ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. പുതിയ സുഹൃത്ത് ബന്ധങ്ങളും ഉണ്ടാകുന്നു. ചിലർക്ക് വീണ്ടും ഒരു വിവാഹം കഴിക്കേണ്ടതായിട്ട് വന്നേക്കാം. പ്രതാപം, ഐശ്വര്യം, പദവി, ആഡംബര ജീവിതം എല്ലാം അവർക്ക് ലഭിക്കുന്ന ഒരു സമയമാണിത്. വാഹനം, വീട് എന്നിവ ഇവിടെയും അവർക്ക് വാങ്ങുന്നതിന് യോഗമുണ്ട്. കുടുംബ സ്വത്ത് ലഭിക്കുന്നതിനും ഈ സമയം യോഗം കാണുന്നുണ്ട്. മോഷ്ടാക്കളുടെ ശല്യം ഉണ്ടാകാം, അതുകൊണ്ടൊന്ന് നിയന്ത്രിക്കേണ്ടതാണ്. വ്യാപാരത്തിൽ നിന്നും കൃഷിയിൽ നിന്നും വലിയ ഗുണങ്ങൾ ലഭിച്ചേക്കാം. ചില അംഗീകാരങ്ങൾ ലഭിക്കുന്ന ഒരു സമയവും കൂടിയാണിത്. വീടും ജോലിസ്ഥലവും എല്ലാം ഒത്തുചേർന്ന് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ ചില രോഗങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ജ്വരം മുതലായ പനി, വാദം എന്നിവ വരാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. 55 വയസ്സ് മുതൽ 62 വയസ്സ് വരെയുള്ള രേവതി നക്ഷത്രക്കാർക്ക് സർക്കാരിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഈ സമയം. നേട്ടങ്ങൾ ധാരാളം ഉണ്ടാകാം. അതുപോലെ സാമ്പത്തികമായിട്ട് വളരെയധികം നേട്ടം ഉണ്ടാകുന്ന ഒരു സമയമാണ്. അവയവത്തിന് ഒരു സർജറി വേണ്ടി വന്നേക്കാം. കേസുകൾ ഉണ്ടെങ്കിൽ അത് ജയിക്കാനുള്ള സാധ്യതയും ധാരാളമായി കാണുന്നുണ്ട്. ടൈഫോയിഡ് പോലുള്ള പനികൾ വരാനുള്ള സാധ്യത കൂടുതലാണ്, ശ്രദ്ധിക്കുക. ബന്ധുക്കളുടെ സഹായങ്ങൾ ഉണ്ടാകുന്നു. ശരീരത്തിൽ മുറിവുകൾ വരുന്നതിന് സാധ്യതയുണ്ട്. ധനനാശം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഉത്തമമായ നിക്ഷേപ പദ്ധതികളിൽ നിക്ഷേപിക്കുക വളരെയധികം നല്ലതായിരിക്കും. അല്ല, ഒരു സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നതും വളരെ നല്ലതായിരിക്കും. വാഹനം ഉണ്ടാകാൻ ഈ സമയവും യോഗം കാണുന്നുണ്ട്. ദമ്പതിമാർ തമ്മിൽ അകന്നു താമസിക്കുന്നതിനും ഒരു യോഗമുണ്ട്. ശത്രുക്കൾ ഇവിടെ ആക്രമണങ്ങൾ നടത്താൻ ഒരു സാധ്യത കാണുന്നുണ്ട്. ചെറിയ അസുഖം ഉണ്ടായാലും ഉടൻ വൈദ്യസഹായം തേടുന്നത് വളരെ നല്ലതായിരിക്കും. ചിലപ്പോൾ ഒരുപക്ഷെ ഗുരുതരമാകേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. ചിലർ വിദേശത്ത് പോയി താമസമാകാനും അവിടെ വ്യാപാരം ചെയ്യാനും ഉള്ള ഒരു യോഗം ചിലർക്കുണ്ട്. 62 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ള രേവതി നക്ഷത്രക്കാർക്ക് ചിലർക്ക് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ചില രീതിയിൽ അപൂർവം ചില രേവതി നക്ഷത്രക്കാർക്കുണ്ടാകാം. മോശമായ സാമ്പത്തിക നിക്ഷേപ പദ്ധതികളിലാണ് ചേർന്നിരിക്കുന്നതെങ്കിൽ വലിയ രീതിയിൽ നഷ്ടമുണ്ടാകാം. അത് ബുദ്ധിശൂന്യതയായി പോയെന്ന് തോന്നുന്നതിന് ഒരു സാഹചര്യമുണ്ട്. ഈ ഇത്തരം ആൾക്കാർക്ക് പലതിനോടും ഒരു ജീവിതത്തോടൊക്കെ ഒരു വെറുപ്പ് വരുന്നതിന് സാധ്യതയുണ്ട്. അന്യദേശവാസം ഉണ്ടാകാം. ശരീരത്തിന് ബലക്ഷയം വരുന്നതിന് സാധ്യത കാണുന്നു. പക്ഷേ നല്ല രീതിയിൽ ധനം സമ്പാദിച്ച ആൾക്കാർക്ക് ഉത്തമ വാഹനം വാങ്ങുന്നതിനും അവർക്ക് സർക്കാരിൽ നിന്ന് അവർക്ക് പല ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. കൃഷിഭൂമി ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. സ്വന്തം വ്യാപാര മേഖലയിൽ നിന്ന് അവർക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകാം. ചെറിയ രീതിയിലുള്ള തൊഴിൽ പ്രശ്നങ്ങളോടെ ഉണ്ടെങ്കിൽ അത് നിങ്ങളെ കൊണ്ട് പരിഹരിക്കാനായിട്ട് സാധിക്കുന്നു. പിന്നെ ശ്രദ്ധിക്കേണ്ടത് വിഷവസ്തുക്കളിൽ നിന്നും വിഷജന്തുക്കളിൽ നിന്നും ഉപദ്രവങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. 80 വയസ്സിന് മുകളിലോട്ടുള്ള രേവതി നക്ഷത്രക്കാർക്ക് ശരിയായ സമ്പാദ്യ പദ്ധതികളിൽ നിക്ഷേപിച്ചവർക്ക് ധാരാളമായി ആദായം ലഭിക്കുന്ന ഒരു നല്ലൊരു സമയമാണിത്. സാമ്പത്തികമായി വളരെയധികം ഉയർച്ച ഉണ്ടാകാം. ആരോഗ്യം നല്ല രീതിയിൽ തൃപ്തികരമായിരിക്കും. ഇവിടെ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാണ്. ബുധ ഒരു യോഗം കർക്കിടക രാശിയിൽ നടക്കുന്നതിനാൽ ബുദ്ധിശക്തി,
സാമ്പത്തിക പുരോഗതി, അതുപോലെ സംസാരശേഷി എന്നിവയെല്ലാം നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ ഉണർത്തുന്ന ഒരു യോഗമാണ്. വ്യക്തിക്ക് ഉയർന്ന വിദ്യാഭ്യാസവും അറിവും വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഒരു കഴിവും ലഭിക്കുന്നു. അത് വിവരങ്ങൾ ഓർമ്മിച്ചു വയ്ക്കാൻ സാധിക്കുന്നു. മാത്രമല്ല വിവര സാങ്കേതിക വിദ്യകളിൽ ഇവർക്ക് പ്രാഗൽഭ്യം തെളിക്കുന്നതിന് സാധിക്കുന്നു. നല്ലൊരു പ്രഭാഷകനാകാൻ സാധിക്കുന്നു. അതായത് നല്ല സംസാര ശേഷി രൂപീകൃതമാകുന്നതിനാൽ അവർക്ക് ആരെയും ആകർഷിക്കാനുള്ള സംസാര ശേഷി ഉള്ളതിനാൽ നല്ലൊരു പ്രാസംഗികനാകാൻ സാധിക്കുന്നു. ധനനേട്ടം ഉണ്ടാകുന്നു. കരിയറിലും ബിസിനസ്സിലൊക്കെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഒരു സ്ഥിരമായ സാമ്പത്തിക വരുമാനം ഇവർക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കുന്നു. അതുപോലെ സംഗീതം, നൃത്തം, സാഹിത്യം, അഭിനയം തുടങ്ങിയ കലകളിലെല്ലാം തന്നെയും നിലവിലുള്ള കലാകാരന്മാർക്ക് വളരെയധികം ഗുണം കിട്ടുന്ന സമയമാണ്. അതുകൂടാതെ കൊച്ചുകുട്ടികൾ പോലും ഈ രംഗത്തേക്ക് വരുന്നതിന് അവരെ പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് വളരെയധികം താല്പര്യം ഉണ്ടെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക നല്ലതായിരിക്കും. മാത്രമല്ല സഹജീവികളോട് വളരെയധികം സ്നേഹം കാണിക്കുന്നതിനും അവരുടെ ദുഃഖങ്ങളും ഒക്കെ എല്ലാം നമ്മളോടൊന്ന് പറയുമ്പോൾ കേൾക്കാൻ ഒരു മനസ്സ് കാണിക്കുന്നതും വളരെ നല്ലതായിരിക്കും. കുടുംബത്തില് സമാധാനവും ഐശ്വര്യവും ഉണ്ടാകുന്നു. എന്നാൽ ചിങ്ങരാശിയില് സൂര്യ കേതു യോഗം നടക്കുന്നതിനാൽ ഇതിനെ ഗ്രഹണ യോഗം എന്നാണ് പറയുന്നത്. അശുഭകരമായ യോഗം ആണ് ഇത്. നമ്മുടെ കോൺഫിഡൻസ്, അതായത് ആത്മവിശ്വാസത്തെ വളരെയധികം മോശമായി ബാധിക്കുന്ന ഒരു യോഗമാണ്. അതുപോലെ ഇച്ഛാശക്തിയെയും മോശമായി ബാധിക്കുന്നു. വയർ സംബന്ധിച്ച പല അസുഖങ്ങളും ചിലർക്ക് ഉണ്ടാകുന്നതിന് സാധ്യത കാണുന്നുണ്ട്. അതുപോലെ മൈഗ്രെയിൻ പോലുള്ള തലവേദനകൾ ഉണ്ടാകാം. ഊർജ്ജക്കുറവ്, അലസത, മടി എന്നിവ ഉണ്ടാകുന്നതിനും ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഉള്ളൊരു പ്രശ്നം, തൊഴിലിലും കരിയറിലും ബിസിനസ്സിലൊക്കെ നല്ല രീതിയിൽ അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത, നിർണായകമായ ഒരു തീരുമാനം എടുക്കേണ്ട ഘട്ടങ്ങളാണെങ്കിൽ പോലും അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവരുടെ മനസ്സിന് സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നു. അതും ഈ യോഗത്തിന്റെ ഒരു ന്യൂനതയാണ്. അതുപോലെ ഈ സമയം അനാവശ്യമായി ആർക്കും വാഗ്ദാനങ്ങൾ നൽകരുത്. അതുപോലെ തന്നെ അനാവശ്യമായ ആരോടും വാക്കിനും വഴക്കിനും ബഹളത്തിനൊന്നും പോകാതിരിക്കുന്നത് നല്ലതായിരിക്കും. അടുത്തത് ചന്ദ്ര ശുക്ര യോഗമാണ് നടക്കുന്നത്. കന്നിരാശിയിലാണ് നടക്കുന്നത്. ഇത് വ്യക്തിയുടെ മനസ്സിനെയും സാർഗാത്മിക ശക്തികളെയൊക്കെ നല്ല രീതിയിൽ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു യോഗമാണിത്. ജീവിത രീതിയെ തന്നെ പ്രത്യേകം മാറ്റിമറിക്കുന്ന നല്ല രീതിയിൽ ഗുണം ചെയ്യുന്ന ഒരു യോഗമാണ്. കന്നിരാശി ബുധന്റെ വീടാണ്. ഇവിടെ ശുക്രൻ നീചാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. സംഗീതം, നൃത്തം, ചിത്രകല, ഡിസൈനിങ് തുടങ്ങിയ സർഗാത്മിക കലകളിൽ തന്നെ ധാരാളമായിട്ട് ആൾക്കാർക്ക് ഗുണം കിട്ടുന്ന അഭയമാണ് നിലവിലുള്ളവർക്ക്. അതുപോലെ തന്നെ ഇതിൽ പ്രവേശിക്കാൻ കുട്ടികൾക്ക് ഭയങ്കരമായി ഉത്സാഹം ഉണ്ടാകുന്നു. അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും നമ്മളോട് പറയുമ്പോൾ നമ്മളത് കേൾക്കാനും നമ്മളെ കഴിയുമെങ്കിൽ അവരെ സഹായിക്കാനുമുള്ള ഒരു അവസ്ഥ ഈ യോഗം മൂലം രൂപീകൃതമാകുന്നു. അതുപോലെ തന്നെ ഒരു ടൈം ബോണ്ടായിട്ട് ചെയ്തു തീർക്കേണ്ട കോൺട്രാക്ടുകൾ, പ്രോജക്റ്റുകൾ എല്ലാം തന്നെ കൃത്യനിഷ്ഠയോടെ ചെയ്തു തീർക്കാൻ തന്നെ സാധിക്കുന്നത് ഈ യോഗത്തിന്റെ ഒരു ഗുണം കൊണ്ടാണ്. അത് മാത്രമല്ല കൃത്യമായി രാവിലെ ഒരു നിശ്ചിത സമയത്ത് എഴുന്നേൽക്കാനും അതുപോലെ തന്നെ കൃത്യസമയത്ത് ഉറങ്ങാനും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഒരു കൃത്യതയോടെ ചെയ്യാൻ സാധിക്കുന്നു. ചുറ്റുപാടും ഉള്ള വ്യക്തിശുചിത്വം പാലിക്കുന്നതിനും വീടും പരിസരവും ശുദ്ധിയായി സൂക്ഷിക്കുന്നതിനും ഈ യോഗം മൂലം സാധിക്കുന്നു. എന്നാൽ ഇതിനൊരു ന്യൂനത മാത്രമേ ഉള്ളൂ. എന്തെന്ന് വെച്ചാൽ സ്നേഹത്തിനോടും പ്രണയത്തിനോടും എത്ര ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചാൽ തന്നെയും അതിൽ ചില തെറ്റിദ്ധാരണകൾ വരുന്നതിന് സാധ്യതയുണ്ട്. മനസ്സിന് സംഘർഷം വരാം. ഇതിന് കാരണം ശുക്രന്റെ ബലക്ഷയമാണ്. കന്നിരാശിയിൽ ബലമില്ലാത്തത് കൊണ്ടാണ്, ദുർബലനായത് കൊണ്ടാണ് ഈ സംഭവം വരുന്നത്. മാനസിക സംഘർഷം ഉണ്ടാകാം എന്നുള്ളതാണ്. നിങ്ങൾക്ക് പൂജാപരമായോ ജ്യോതിഷപരമായോ മുഹൂർത്തപരമായോ വാസ്തുപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്റെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. വരുന്ന ചിങ്ങമാസത്തിൽ നിങ്ങൾക്ക് സർവ്വവിധ സുഖസമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.